പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിഷുവിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് സുധാകരൻ മാഷ് അറിയുന്ന സമയത്ത് ആകെ വിഷമിച്ചു പോവുകയാണ്. അപ്പോ എന്താ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ആകാംക്ഷയോട് നോക്കി നിൽക്കുന്ന സമയത്തിന് വിനായകൻ വന്ന് പറഞ്ഞത്, ഫോൺ ഇങ്ങ് താ അച്ഛാ, ഞാൻ സംസാരിക്കാമെന്നൊക്കെ പറയും. എല്ലാവരും ഈ ഒരു കാര്യം അറിയാൻ വേണ്ടി തന്നെ ആയിരിക്കട്ടെ വിനായകൻ അച്ഛന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് സ്പീക്കറിൽ ഇടുന്നത്. എന്നിട്ട് വിനായകൻ ചോദിക്കുന്നുണ്ട്, എന്താ സാറേ, എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പൊ പോലീസുകാരൻ പറഞ്ഞിട്ട്, ഇത്തവണ കുടുങ്ങിയിട്ടുള്ളത് നിന്റെ ചേട്ടനാണ്, 10 ലക്ഷം രൂപയാണ് അവൻ കമ്പനിയിൽ നിന്ന് മോഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയും. ഇത് കേൾക്കുന്ന സമയത്തിന് എല്ലാവരും ആകെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ഒരു ഞെട്ടിലോടെ 10 ലക്ഷം രൂപയോ എന്ന് ചോദിക്കുന്ന സമയത്തിന്, അതെ, 10 ലക്ഷം രൂപയാണ് കമ്പനിയിൽ നിന്ന് നിന്റെ ചേട്ടൻ അടിച്ചു മാറ്റിയത്. ഇപ്പൊ ഞങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കിടന്നിങ്ങനെ മോങ്ങുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം വിളിച്ചു പറഞ്ഞത്. അയാളാണ് പറഞ്ഞത് അച്ഛനെ വിളിച്ച് വിവരം അറിയിക്കാൻ, അതുകൊണ്ടാണ് ഞാനിപ്പോ വിളിച്ചത് എന്നൊക്കെ പറയട്ടെ സാബു എസ് ഐ. അത് കേട്ടതോടുകൂടെ തന്നെ എല്ലാവർക്കും അല്ലാതാവും. കമലമ്മ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ മാഷി ഇവിടെ നടക്കുന്നത്, ഈ വീട്ടിലിപ്പോ എന്തൊക്കെയാ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കമലമ്മ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ പൊട്ടിക്കരയാണ്. ശ്രീജ പറഞ്ഞിട്ട്, അച്ഛാ ഇത് ചതിയാണ് അച്ഛാ, ശരിക്കും ഇത് ചതിയാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്നലെ രാത്രിയാണ് വിശ്വേട്ടൻ ആ ഒരു കാര്യം എന്നോട് പറഞ്ഞത് എന്ന് പറയും. അപ്പോ എന്താ കാര്യം ആർക്കും മനസ്സിലാവാതെ അങ്ങനെ സംശയത്തോടെ നിൽക്കുന്ന സമയം നോക്കി നിൽക്കുന്ന സമയത്തിന് ശ്രീജ പറയുന്നുണ്ട്, വിശ്വേട്ടൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ മാനേജർ അത് വേദയുടെ ചേട്ടനാണച്ചാ, അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും ചതി തന്നെയാണ് എന്ന് പറയും. ഇത് കേൾക്കുന്ന സമയത്തിന് എല്ലാവരും ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കട്ടെ. വേദക്കും ശരിക്കും ഇതൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരിക്കും. ഒരു ഞെട്ടലോട് കൂടി തന്നെ വേദ ചോദിക്കുന്നുണ്ട്, ശ്രീജയത്തി എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദിനെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്, ആഹാ അത് കൊള്ളാം, അപ്പോ നിങ്ങൾ എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാണല്ലേ, നീയും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് നിന്റെ ചേട്ടന്റെ കമ്പനിയാണെന്ന്. അപ്പൊ വേദ പറഞ്ഞിട്ട്, ഇല്ല ഇതുവരെ ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിങ്ങനെ ആകെ സങ്കടത്തോടെ പറയാണ് വേദ. പിന്നീട് കാണിക്കുന്നത് വിക്രം ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ വർക്ക്ഷോപ്പിൽ ഇരിക്കുന്നതും കണ്ടുകൂടെ തന്നെ ജോസഫ് ഏട്ടൻ പറഞ്ഞിട്ട്, എടാ നീ പോയിട്ട് ആ കാറിന്റെ ക്ലച്ച് ഒന്ന് ശരിയാക്കടാന്ന് പറയുന്ന സമയത്തിന് എനിക്കൊന്നും വയ്യാന്ന് പറഞ്ഞ് നിൽക്കാണ് വിക്രം. ജോസഫ് പറയുന്നുണ്ട്, രാജേട്ടൻ ഇല്ലാത്ത സമയത്ത് നല്ല രീതിയിൽ തന്നെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നവനാ, ഇപ്പൊ കണ്ടില്ലേ വെറുതെ ഒരു പണിയും ചെയ്യാതെ ഇരിക്കാണ്, ഏതായാലും സജീവിനോട് പറഞ്ഞിട്ട് വേറൊരാളെ നോക്കണമെന്നൊക്കെ പറയാണ്. ഇതേ സമയത്തിന് വിക്രത്തിന്റെ ഫോണിലേക്ക് ശ്രീജ വിളിക്കാണ്. അപ്പൊ ഫോൺ എടുത്തുകൊണ്ട് തന്നെ, എന്താ ശ്രീജ എടുത്തി പതിവില്ലാതെ എന്ന് ചോദിക്കാണ് വിക്രം. അന്നേരം ശ്രീജ ഭയങ്കര കരച്ചിലായിരിക്കും. എന്തിനാ ഏട്ടത്തി ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീജ പറഞ്ഞിട്ട്, വിക്രം എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല, വിശ്വേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയണേ. എന്ത്, വിശ്വേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നോ? അതെ, വിശ്വേട്ടൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 10 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് എന്ന് പറയും. വിക്രം ചോദിക്കുന്നുണ്ട്, എന്ത് 10 ലക്ഷം രൂപയെ, 10 രൂപ പോലും ഒരാളുടെ കയ്യിൽ നിന്നും എടുക്കാത്ത വിശ്വേട്ടൻ എന്താ 10 ലക്ഷം രൂപ മോഷ്ടിച്ചെന്നോ? ശ്രീജയത്തി എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കും. അതെ വിക്രം, അതെ അങ്ങനെ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് വിക്രം, ഇതൊരു ചതിയാണ്. എന്ത് ചതി എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീജ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് വിശ്വേട്ടൻ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ മാനേജർ അത് ശ്രീകാന്താണ്, വേദയുടെ ചേട്ടൻ ശ്രീകാന്താണ് എന്ന് പറയും. അത് കേൾക്കുന്ന സമയത്തിന് വിക്രം ആകെ ഷോക്കാവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കും. ശ്രീജ പറഞ്ഞിട്ട്, അതേ വിക്രം, ഇന്നലെ രാത്രിയാണ് വിശ്വേട്ടൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്നോട് പറഞ്ഞത്. അപ്പൊ വിക്രം പറഞ്ഞിട്ട്, ഏട്ടത്തി ഏതായാലും വിഷമിക്കാതിരിക്കും, ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വിക്രം ഫോൺ കട്ട് ചെയ്യും. രാജേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം, എന്താ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, വിശ്വേട്ടൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് 10 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് വിശ്വേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ശ്രീജയത്തി വിളിച്ചത് എന്ന് പറയും. അപ്പോൾ 10 ലക്ഷം രൂപ ഒരുമിച്ച് കണ്ടാൽ തന്നെ അയാൾ ബോധം കെട്ട് വീഴുമെന്നൊക്കെ പറയട്ടെ അരിയൻകുട്ടൻ. വിക്രം പറയുന്നുണ്ട്, ഇതിനകത്ത് മറ്റൊരു ചതി ഉണ്ട് എന്ന് പറയുന്ന സമയത്തിന് എന്താന്ന് ചോദിക്കും. വേദയുടെ ആംഗ്ലയാണ് ആ കമ്പനിയുടെ മാനേജർ എന്ന് പറയുന്ന സമയത്തിന് ജോസഫ് പറയുന്നുണ്ട്, ഓ അപ്പൊ പിന്നെ പണി പാലും വെള്ളത്തിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയും. വിക്രം ഏതായാലും അവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് സുധാകര മാഷ് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരാട്ടോ. എന്നിട്ട് വിനായകനോട് ചോദിക്കുന്നുണ്ട്, എടാ വിനായക, നീ അല്ലേ അവൻ ആ കമ്പനിയിൽ ജോലി തരപ്പെടുത്തി കൊടുത്തത്, നിനക്ക് ഈ കമ്പനിയെ കുറിച്ചൊന്നും അറിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിനായകൻ പറഞ്ഞിട്ട്, ഇല്ലച്ചാ എനിക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, എന്റെ ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു വേക്കൻസി ഉണ്ടെന്ന്. ആ കാര്യം ഞാൻ ഉടനെ തന്നെ വിശ്വേട്ടനോട് വന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഈ കമ്പനിയുടെ മാനേജർ ആരാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാൽ വിനായകന്റെ വാക്ക് നന്ദിനിക്ക് അത്ര തിരിഞ്ഞ വിശ്വാസം വരുന്നില്ല കേട്ടോ. വളരെയധികം രൂക്ഷമായിട്ട് നന്ദിനി ഇങ്ങനെ വിനായകനെ നോക്കുന്നുണ്ട്. ഏതായാലും ഞാനൊന്ന് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് സുധാകര മാഷ് അവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ മാഷ് പോയതിനു ശേഷം നന്ദിനി നേരെ വേദയുടെ നേർക്ക് തട്ടിക്കേറിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, അതെ ശരിയാണ് വിനായകേട്ടന് ഒരു പക്ഷേ ഇതൊന്നും അറിയില്ലായിരിക്കും, പക്ഷേ ഇതെല്ലാം അറിയാവുന്ന ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് വേദ, ഇവൾക്കെല്ലാം ഇതെല്ലാം അറിയാമായിരുന്നു എന്നിങ്ങനെ നന്ദിനി പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, ദേ നന്ദിനി അടുത്ത് ആവശ്യമില്ലാതെ എന്നെ ഇങ്ങനെ പറയരുത്, ഞാൻ ആ വീട്ടിൽ നിന്ന് പോയിരുന്നത് വരെ ശ്രീയേട്ടന് ഈ ഒരു കമ്പനിയുമായിട്ട് യാതൊരു വിധ ബന്ധവും ഉണ്ടായിട്ടില്ല, ഇവരെല്ലാവരും പറയുമ്പോഴാണ് ഞാനും ഈ കാര്യം അറിയുന്നത് എന്ന് പറയാണ് വേദ. ശ്രീജ പറഞ്ഞിട്ട്, എനിക്കും ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ലായിരുന്നു, വിശ്വേട്ടനും ഇപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് എന്ന് പറയുന്ന സമയത്തിന് നന്ദിനി പറയുന്നുണ്ട്, ദേ കണ്ടില്ലേ ഇതൊക്കെ ഇവളുടെ കള്ളത്തരങ്ങളാണ്, ഇതിലൊക്കെ ഇവൾക്കും പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് നന്ദിനി വീണ്ടും വേദയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, ആഹാ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ,
വിശ്വേട്ടന് ഈ ഒരു ജോലി ഏൽപ്പിച്ചു കൊടുത്തത് വിനായകൻ ചേട്ടനല്ലേ? അപ്പൊ പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കുണ്ടായിരിക്കുന്നത് വിനായകൻ ചേട്ടൻ തന്നെയായിരിക്കും. അപ്പോ വിനായകൻ ചേട്ടന് എന്ത് പങ്കെന്ന് ചോദിക്കുന്ന സമയത്തിന് വേദപാതന്റെ കമ്പനിയുടെ MD ഇതുപോലെ ശ്രീയേട്ടനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിശ്വേട്ടനെ മനഃപൂർവ്വം ചതിക്കാൻ വേണ്ടിയിട്ട് വിനായകേട്ടൻ കൂട്ടു നിന്നതാണെങ്കിലോ എന്ന് ചോദിക്കും വേദ. അപ്പൊ നന്ദിനി ചോദിക്കുന്നുണ്ട്, ആഹാ നീ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കാണോ എന്ന് ചോദിക്കും. വേദ നേരെ കമലമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞൊരു, സത്യമായിട്ടും ഈ ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല, ആ കാര്യം നിങ്ങളെല്ലാവരും വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വേദ അകത്തേക്ക് പോകുന്നത്. നന്ദിനിക്ക് ഏതായാലും വിനായകന് സംശയമായിരിക്കും. വിനായകനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ദേ വിനേട്ട, നിങ്ങൾക്കിതിൽ യാതൊരു പങ്കും ഇല്ലല്ലോ. ആ കമ്പനിയുടെ മാനേജർ ശ്രീകാന്ത് ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്തിന് വിനായകൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ലായിരുന്നു, എനിക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ വിനായകൻ അവിടെ നിന്നും പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് സുധാകരൻ മാഷ് വിഷുവിനെ കാണാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. മാഷിന്റെ പുറകെ തന്നെ വിക്രമും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. അങ്ങനെ അത്ര നേരം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന വിഷുവിനാണെങ്കിൽ അച്ഛനെ കാണുന്ന സമയത്തിന് ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ്. അച്ഛ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ വിളിക്കുന്ന സമയത്തിന് സുധാകരൻ മാഷിന് ഭയങ്കര സങ്കടമായിരിക്കും. പോലീസ് മാഷിനെ കാണുന്ന സമയത്തിന്, ആഹാ കള്ളന്റെ അച്ഛൻ വന്നോ, മോനെ 10 ലക്ഷം രൂപയാണ് മോഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ മാഷിനെ എങ്ങനെ പരിഹസിച്ച് സംസാരിക്കുന്ന സമയത്തിന് മാഷ് പറഞ്ഞിട്ട്, എനിക്ക് വിഷുവിനോടൊന്ന് സംസാരിക്കണമെന്ന് പറയും. ആണോ, എങ്കിൽ പിന്നെ ഞാൻ സാറിനോടൊന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് കോൺസ്റ്റബിൾ നേരെ പോയിട്ട് സാബു SIയോട് ചോദിക്കും. അപ്പൊ സാബു SI പറഞ്ഞിട്ട്, അവരോട് സംസാരിച്ചിട്ട് നേരെ അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാന്ന് പറയും. അങ്ങനെ മാഷ് ഇങ്ങനെ വിഷുവിന്റെ അടുത്തേക്ക് സംസാരിക്കാൻ പോകുന്ന സമയത്തിന് വിഷു പറഞ്ഞിട്ട്, അച്ഛാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ, ഇതിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ല അച്ഛാ, ഞാൻ ഒരിക്കലും ഒരു രൂപ പോലും മോഷ്ടിച്ചിട്ടില്ല അച്ഛാ എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാണ് വിശ്വൻ. സുധാകരൻ മാഷ് പറഞ്ഞിട്ട്, വിശ്വം നീ ഒരിക്കലും അങ്ങനെ ഒരു പൈസ മോഷ്ടിക്കില്ല എന്ന് എനിക്കറിയാം, എനിക്ക് നിന്നെ നല്ല വിശ്വാസമാണ്, നീ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന കാര്യം എനിക്ക് 100% വിശ്വാസമാണ് എന്നൊക്കെ പറയും. അന്നേരം വിക്രം പറഞ്ഞിട്ട്, വിശ്വേട്ടൻ വിഷമിക്കാതിരിക്ക്, ഈ കാര്യത്തിൽ വിശ്വേട്ടൻ 100% നിരപരാധിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, ഇത് ശരിക്കും ഒരു കെണിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി, എന്നിട്ട് ശരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം തെളിച്ച് പറയാൻ പറയും വിക്രം. അങ്ങനെ അന്ന് കമ്പനിയിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശ്വം ഇങ്ങനെ വിക്രമിനോട് വ്യക്തമാക്കി പറയുന്നതിന് എല്ലാം കേട്ട് കഴിയുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ വിശ്വേട്ടായത്, അവളുടെ ഏട്ടനാണ് ഈ കമ്പനിയിലെ മാനേജർ എന്ന് അറിഞ്ഞ ഉടനെ തന്നെ വിശ്വേട്ടന് ഈ ജോലി അങ്ങ് ഒഴിവാക്കിക്കൂടായിരുന്നോ? അപ്പോൾ വിശ്വം പറഞ്ഞിട്ട്, ഈ ഒരു ജോലിയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത ബുദ്ധിമുട്ടിലാവില്ലേ, എത്രമാത്രം ആഗ്രഹിച്ചിട്ട് നേടിയെടുത്തതാണ് ഞാൻ ഈ ജോലി, പിന്നെ ഞാൻ ആ ജോലിയിൽ തുടരുന്ന സമയത്തിന് അവരാരും എന്നോട് യാതൊരുവിധ വിഷമവും കാണിച്ചിരുന്നില്ല എന്നും പറയും. അപ്പൊ വിക്രം പറഞ്ഞിട്ട്, എന്നിട്ടെന്താ ലാസ്റ്റ് എല്ലാ പണിയും കൂടി ഒരുമിച്ചങ്ങ് തന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ പറയും. എന്നിട്ട് അവർ നേരെ SI കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അവരെ കാണുന്ന സമയത്തിന് സാബു SI ഇങ്ങനെ കളിയാക്കി ചോദിക്കുന്നുണ്ട്, ഒരാള് ഗുണ്ട ഒരാള് കള്ളൻ, ഇനിയിപ്പോ മാഷ് എന്താണാവോ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ വിക്രമിന് അങ്ങ് ദേഷ്യം വന്നിട്ട്, ദേ സാറേ മര്യാദക്ക് സംസാരിച്ചോളണം എന്ന് പറയുന്ന സമയത്തിന് വിക്രമിനെ ചീത്ത പറയണ അയാള്, എടാ നീയാണോടാ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നത് എന്നൊക്കെ പറയുന്ന സമയത്തിന് മാഷ് പറഞ്ഞിട്ട്, വിക്രം നീ ഒന്നും മിണ്ടാതിരിക്കും, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറയും സുധാകരൻ മാഷ് പറഞ്ഞിട്ട്, സാറേ ഒരിക്കലും വിശ്വം അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പറയുന്ന സമയത്തിന് സാബു പറയുന്നിട്ട്, തെറ്റ് ചെയ്യൂല എന്ന് തന്നെയാണ് എല്ലാവരും പറയുള്ളൂ, പക്ഷെ എന്ത് ചെയ്യാനാ, അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയില്ലേ എന്ന് പറയും. 1-2 രൂപയൊന്നുമല്ല 10 ലക്ഷം രൂപയാണ് കളവ് പോയിരിക്കുന്നത്, ദേ ഇവന്റെ അളിയൻ ശ്രീകാന്ത് സാറാണ് അതിനെതിരായിട്ടൊരു കംപ്ലൈന്റ് തന്നിരിക്കുന്നത് എന്നും പറയും. ഞങ്ങൾക്ക് ഏതായാലും ഇതിലൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല, നിങ്ങളങ്ങനെ ഇവൻ നിരപരാധിയാണെങ്കിൽ അത് കോടതിയിൽ തെളിയിച്ചു, കേസ് ഏതായാലും നേരെ കോടതിയിലേക്കാണ് പോകുന്നത്, ഇതിനിടയിൽ ഇനി തിരിമറികളൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല, ഇനിയിപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ശ്രീകാന്ത് സാറുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കുക, എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഇനിയിപ്പോൾ 10 ലക്ഷം കൊടുക്കുക അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക, എന്താന്ന് വെച്ചാൽ ചെയ്തോ, അങ്ങനെ വിഷുവിന് വേണമെങ്കിൽ ഇവിടെ നിന്നും ഇറക്കി കൊണ്ടുപോയിക്കോ, എനിക്കതിൽ യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലാന്നും പറയും. അങ്ങനെ പോലീസിനെ കണ്ടതിന് ശേഷം പുറത്തേക്ക് വരുന്ന സമയത്തിന് വിഷു വളരെയധികം പ്രതീക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മാഷ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ പോകുന്ന സമയത്തിന് വിഷം അച്ഛാന്ന് വിളിക്കും. അന്നേരം സുധാകര മാഷ് ഭയങ്കര സങ്കടത്തോടുകൂടെ വിക്രമിന്റെ അടുത്തേക്ക് വരികയാണ്. മാഷ് പറഞ്ഞിട്ട്, എത്ര ഫലം തരുന്ന മരമാണെങ്കിലും അത് പുരക്കുമേലെ വളർന്നു കഴിഞ്ഞാൽ അത് വെട്ടിക്കളയണമെന്ന് കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്, ഞാനത് ചെയ്തില്ല, അന്ന് ഞാനത് ചെയ്യാത്തതിന്റെ ഫലമാണ് ഇപ്പൊ നീ ഇങ്ങനെ അനുഭവിക്കുന്നത് എന്നൊക്കെ പറയും. വിക്രമിനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കട്ടെ സുധാകര മാഷ് അങ്ങനെയൊക്കെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ വിക്രമിന് വല്ലാത്ത സങ്കടമായിരിക്കും. വിക്രം ആകെ വിഷമത്തോട് അവിടെ നിന്നങ്ങ് പോവാൻ നോക്കുന്ന സമയത്തിന് വിഷു ഇങ്ങനെ വിക്രം എന്ന് വിളിക്കണേ. അപ്പോൾ വിക്രം വിഷമത്തോടു കൂടി തന്നെ വിഷുവിനോട് വന്ന് പറഞ്ഞിട്ട്, വിഷുവേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, ഇത് എനിക്കിട്ട് തന്ന പണിയാണ്, അതിപ്പോൾ അനുഭവിക്കേണ്ടി വന്നത് വിഷുവേട്ടനാണെന്ന് മാത്രം, വിഷുവേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, വിഷുവേട്ടൻ ഇതിൽ തെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമൊന്നുമില്ല, വിഷുവേട്ടനെ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കും, ഇത് ഞാൻ പറയുന്ന വാക്കാണെന്നൊക്കെ പറഞ്ഞ് വിഷുവിന് വാക്ക് നൽകിക്കൊണ്ടായിരിക്കട്ടെ വിക്രം അവിടെ നിന്ന് പോകുന്നത്. ഇതേ സമയത്തിന് വിനായകൻ ആകെ ടെൻഷൻ അടിച്ച് അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും സുധാകരൻ മാഷും വിക്രമും അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. മാഷിനെ കാണുന്ന സമയത്തിന് വീട്ടിലെല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വരും. കമലമ്മ ചോദിക്കുന്നുണ്ട്, എന്തായി മാഷെ കാര്യങ്ങളെന്ന് ചോദിക്കുന്ന സമയത്തിന് മാഷ് പറഞ്ഞിട്ട്, ഇത്രയും വലിയൊരു തുക മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്,
പാവം ആദ്യമായിട്ടല്ലേ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറുന്നത്. ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിലവിളിച്ച് കരയുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് മാഷ് ഭയങ്കര സങ്കടത്തിലായിരിക്കും. ഇത് കേട്ട് ശ്രീജയും കമലമ്മയ്ക്ക് ആകെ അങ്ങനെ വിഷമിച്ച് കരയാണ്. മാഷ് വിനായകനോട് ചോദിക്കുന്നുണ്ട്, വിനായക, നീയല്ലേ അവൻ ആ ജോലി ഏൽപ്പിച്ചു കൊടുത്തത്? ആ സമയത്ത് നിനക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയാമായിരുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പൊ വിക്രം പറഞ്ഞിട്ട്, ഇവളുടെ ആങ്ങളുടെ കമ്പനിയാണ് അത് എന്ന് അറിയുമ്പോൾ ഉറപ്പായിട്ടും അതിൽ നിന്നൊരു ചതി പ്രതീക്ഷിക്കേണ്ടതായിരുന്നു ശ്രീജേട്ടത്തി. ശ്രീജേട്ടത്തി എന്തെങ്കിലും മുന്നും പിന്നും നോക്കാതെ ഈ ഒരു ജോലിയിലേക്ക് തന്നെ വിശ്വേട്ടനെ പറഞ്ഞു വിട്ടത്. വിശ്വേട്ടൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിച്ചിട്ട് വേണ്ട ഇങ്ങനൊരു ജോലിക്ക് ചെന്ന് ചാടാൻ. ആ കമ്പനിയുടെ മാനേജർ ആരാന്നുള്ള എല്ലാ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ട ജോലിക്ക് പോവാനെന്നൊക്കെ പറയും. ഇവളുടെ വീട്ടുകാരായതുകൊണ്ട് തന്നെ ചതി ഉറപ്പാണെന്നുള്ള കാര്യം അറിഞ്ഞൂടെ എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീജ പറയുന്നുണ്ട്, ഇതുവരെ വിശ്വേട്ടന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു വിക്രം. ഇന്നലെ രാത്രിയാണ് ആ കാര്യം വിശ്വേട്ടൻ എന്നോട് പറഞ്ഞത്. അപ്പൊ വിക്രം പറഞ്ഞിട്ട്, അത് ശരിയാണ്, ഇവളുടെ ചേട്ടൻ അതിലുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ആ ജോലി വേണ്ടാന്ന് വെക്കണമായിരുന്നു. അപ്പൊ പിന്നെ വിശ്വേട്ടന് ആ ജോലിയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയും. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് വിനായകൻ ആകെ വിഷമത്തോട് ഒന്നും ഇങ്ങനെ മിണ്ടാതെ നിൽക്കണേ. സംശയത്തോടു കൂടി നന്ദിനി ഇടയ്ക്കിടയ്ക്ക് വിനായകനെ തന്നെ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ശ്രീജ പറഞ്ഞിട്ട്, പിന്നെ ഈ ഒരു ജോലി വിശ്വേട്ടന് തരപ്പെടുത്തി കൊടുത്തത് വിനായകനല്ലേ? വിനായകനായതുകൊണ്ട് തന്നെയാണ് വിശ്വേട്ടൻ അതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും ചോദിക്കാതെ നേരെ പോയിട്ട് ആ ഒരു ജോലിയിൽ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ മാനേജർ ആരാണെന്നും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ അതിനെ പറ്റിയിട്ട് അന്വേഷിച്ചില്ല എന്നും പറയും. അന്നേരം വിനായകൻ പെട്ടെന്ന് പറഞ്ഞിട്ട്, അയ്യോ, എനിക്കതൊന്നും അറിയില്ലായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഒരു ക്ലയന്റാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്ന്. വേദര ആങ്ങളെ ശ്രീകാന്താണ് ഇതിന്റെ മാനേജർ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. സത്യമായിട്ടും എനിക്കത് അറിയില്ലായിരുന്നു എന്ന് പറയാണ് വിനായകൻ. അപ്പൊ മാഷ് പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ ഏതായാലും അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ശ്രീകാന്തിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ചതി ഉണ്ടാവുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ പറയും. വിക്രം പറഞ്ഞിട്ട്, ഇവളുടെ വീട്ടുകാരല്ലേ, അതുകൊണ്ട് 100% അവരുടെ ഭാഗത്ത് നിന്ന് ചതി ഉണ്ടാവുമെന്ന് പറയുന്ന സമയത്തിന് മാഷ് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ അവളുടെ വീട്ടുകാരെ ചതിക്കാനുള്ള കാരണക്കാരനാരാണ്? നീയല്ലേ? നീ ഇങ്ങനെ നിനക്ക് തോന്നുന്നത് പോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത് കൊണ്ടല്ലേ ഈ വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്? എല്ലാത്തിനെയും മൂല കാരണം നീയാണ്. നീ ഒരൊറ്റ ഒരുത്താണ് ഈ വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ തീ തീറ്റിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മാഷ് വിക്രമിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കും. അപ്പൊ കമലമ്മ പറയുന്നത്, ഇനിയിപ്പോൾ അവനെങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ട് എന്താ കാര്യം? എങ്ങനെയെങ്കിലും വിശ്വത്തിനെ പുറത്തിറക്കാൻ നോക്കാം, അതല്ലേ ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നത്, ഈ ഒരു കാര്യത്തിൽ ഇനി നിങ്ങൾ ആരും വിഷമിക്കേണ്ട. വിശ്വേട്ടനെ കുടുക്കിയത് ശ്രീയേട്ടനാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടിയുള്ള സത്യം ഞാൻ പുറത്തു കൊണ്ടുവരും. വിശ്വേട്ടൻ ഞാൻ തന്നെ രക്ഷിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്നിങ്ങനെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞ വേദ അങ്ങോട്ടേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. പിന്നെ അതിനുശേഷമുള്ള എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോൻ്റെ തൊട്ട് മുൻപിലായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.